ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള യുദ്ധം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ യുദ്ധത്തിനെല്ലാം അറുതി വരുത്തിക്കൊണ്ട് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു ശ്രമങ്ങളെല്ലാം വിഫലമാവുകയാണോ എന്നൊരു ചോദ്യം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. കാരണം ഇപ്പോഴും യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിൽ തന്നെ നിലനിൽക്കുകയാണ്. നിരവധി ആളുകളുടെ ജീവന് പോലും ഇപ്പോഴും ഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്നു. ഇറാനിലും ഇസ്രായേലിലും പാലസ്തീനിലും ഇത്തരത്തിലുള്ള യുദ്ധം ശക്തമാകുന്നതിന്റെ ഭീഷണിയിൽ വളരെയധികം ജീവനുകളാണ് ഇപ്പോൾ ഇല്ലാതാവുന്നത്. ഇസ്രായേലിൽ നിന്നുള്ള വളരെയധികം വലിയ സേന പാലസ്തീനെ അടക്കമുള്ള രാജ്യങ്ങളെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുമ്പോൾ അവിടെ ഇല്ലാതാകുന്നത് പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും അതുപോലെ തന്നെ ഒന്നും അറിയാത്ത മനുഷ്യരുമാണ്. എന്താണെങ്കിലും യുദ്ധത്തിനൊന്നും ഇപ്പോഴും അറുതി വരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഹമാസുമായുള്ള വെടിനിർത്തൽ താൽക്കാലികമാണെന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഹമാസുമായുള്ള വെടിനിർത്തൽ താൽക്കാലികമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസമാണ് പുറത്തു പറഞ്ഞത്. ആവശ്യമെങ്കിൽ പോരാട്ടം ഇനിയും തുടരും. ലെബനനിലും സിറിയയിലും ഇസ്രായേലും ഉണ്ടായ സൈനിക വിജയമാണ് ഹമാസിനെ വെടിനിർത്തലിന് പ്രേരിപ്പിച്ചതെന്നും ഇസ്രായേലിന് പോരാട്ടം തുടരാൻ അവകാശമുണ്ടെന്നും വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ കഴിഞ്ഞുവെന്നും നെതന്യാഹു പറയുന്നു. US നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ തനിക്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ വിട്ടയക്കുന്ന ബന്ദികളുടെ പേരുകൾ ഹമാസ് പുറത്തുവിടാതെ വെടിനിർത്തലിന് ഇല്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുള്ളത്. സുരക്ഷാ ക്യാബിനറ്റ് വെടിനിർത്തലിന്റെ അന്തിമ തീരുമാനം സർക്കാരിന് വിട്ടിരുന്നു. ഭൂരിപക്ഷ പിന്തുണ ക്യാബിനറ്റിനും വെടിനിർത്തലിന് അനുകൂലമായിരുന്നു. എന്താണെങ്കിലും അമേരിക്ക അടക്കമുള്ള രാജ്യം ഇപ്പോൾ ഇസ്രായേലിന് പിന്തുണയുമായി രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ ഇനി പാലസ്തീനും ഗാസയും ഹമാസും എത്രത്തോളം ബുദ്ധിമുട്ടും എന്നുള്ള കാര്യത്തിലും സംശയം നിലനിൽക്കുന്നു.